നമസ്കാരം. നമ്മളിപ്പോൾ എളമാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ മറ്റൊരു റോഡിലൂടെയാണ് സഞ്ചരിക്കുക. ഇതും ഒരു ബാലികേറ മലയായിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. അതായത് ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്ക് വഴി വരുന്ന ഒരു റോഡാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന ഒരു റോഡാണ്. ഇതും റെഡിയാക്കുവാനായിട്ടുള്ള ഒരു ഇടപെടലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾ മുറവിളി കൂട്ടുകയാണ് ഈ റോഡ് നന്നാക്കണം എന്നുള്ളത്. പക്ഷേ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിരന്തരമായി ജനങ്ങളുടെ ആവശ്യമാണ് ഈ റോഡ് ശരിയാക്കുക എന്നുള്ളത്. വർഷങ്ങളായി ജനങ്ങൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അധികാരികൾ ഇത് ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഒരു സിനിമയിൽ പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഇത് ശരിയാക്കുന്നതേ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളൊക്കെ അനുവദിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പല തവണകളായി അല്ലെങ്കിൽ വർഷങ്ങളായി പറയുന്നത്. പക്ഷേ ഈ ഫണ്ടുകളൊന്നും എവിടെ ഇരിക്കുന്നുവെന്നോ ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്ന് നടക്കുമെന്നോ എന്ന് അധികാരികൾക്ക് പോലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കും അറിയത്തില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ റോഡ് കിടക്കുന്നത്. അമ്പലമുക്കിൽ നിന്ന് നമ്മുടെ തോട്ടത്തറയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ തോട്ടത്തറയിലേക്ക് വന്നു ചേരാൻ പറ്റുന്ന തരത്തിലുള്ള ഈ റോഡിൽ കൂടി ഗതാഗതം കുറവാണ്, അല്ലെങ്കിൽ ആരും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ റോഡിൽ കൂടി പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. നമ്മളും വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ കാണാൻ കഴിയും, വളരെ ഗുരുതരമായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്രയ്ക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിൽ കിടക്കുന്ന ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലമുക്ക് തോട്ടത്തറ റോഡാണ് നമ്മൾ ഈ കാണുന്നത്. നിരവധി വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്നാണ് ഈ റോഡ് റീടാറിംഗ് നടത്തണം എന്നുള്ളത്. റീടാറിംഗിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ അനുവദിച്ചു എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നത്. എങ്കിൽ പോലും ഇത് എന്ന് ഇതിന്റെ പണി തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പണികൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും ഈ റോഡിന്റെ ഒരു ഭാഗത്തും ഇറക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പണി തുടങ്ങുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ പോലും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വളരെ ഗുരുതരമായ റോഡുകളാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളത്. ഗ്രാമങ്ങളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പാതകളാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായി കിടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.